ഞാൻ നളിനി ജമീല. ആക്ച്വലി ഞാനൊരു സെക്സ് വർക്കറാണ്. ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും കോളേജിൽ ഒരു സെക്സ് വർക്കർക്ക് എന്താ ജോലിയെന്ന്. എന്താണ് സെക്സ് വർക്കർ എന്ന് പറയാനല്ല, എങ്ങനെയാണ് ഞങ്ങളുടെ സമൂഹം, എങ്ങനെയാണ് നിങ്ങൾ കാണണ്ടേ എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. ഒരു സെക്സ് വർക്കറായി ഒരുപാട് വർഷം, 10-23 വർഷം ജീവിക്കുകയും അതിനുശേഷം HIV എന്നുള്ള ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ ആരോഗ്യ സംഘടനയ്ക്കൊപ്പം വർക്ക് ചെയ്യും. അതിനോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് സെക്സ് വർക്കേഴ്സിൻ്റെ തന്നെ ഒരു സംഘടന രൂപീകൃതമാവുന്നതിൽ പങ്കാളിയാവും ചെയ്തിട്ടുള്ള, ഒപ്പം തന്നെ HIV ബാധിതരോടൊപ്പം നിൽക്കുക. ഇന്നത്തെ കാലത്ത് നിങ്ങൾ കാണുന്നതായിരുന്നില്ല ആ കാലത്തൊരു ലോകം. HIV ബാധിച്ചു എന്ന് പറഞ്ഞാൽ അയാളൊരു കൊടും കുറ്റവാളിയെ കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു അരുവരുപ്പായ ഒരു വസ്തുവിനെ കാണുന്ന പോലെയോ വളരെ നികൃഷ്ടമായിട്ടാണ് നമ്മുടെ സമൂഹം കണ്ടിരുന്നത്. അത് നമ്മുടെ സമൂഹത്തിന് അതിനെപ്പറ്റി തിരിച്ചറിവില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ബോധവൽക്കരണം ഏറ്റെടുത്തിട്ടാണ് ഞാനൊരു സാമൂഹിക പ്രവർത്തക എന്ന് മറ്റുള്ളവർ എനിക്ക് തന്നൊരു സർട്ടിഫിക്കറ്റ് നേടിയത്. അതിനുശേഷം വീണ്ടും എൻ്റെ സ്വന്തം ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു സെക്സ് വർക്കറായി ജീവിക്കുകയും സെക്സ് വർക്കറായി തന്നെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യാമെന്നൊന്നല്ല ഞാൻ വിചാരിച്ചിരുന്നത്. എനിക്ക് സിനിമയോട് ഇഷ്ടമാണ്. സിനിമയുടെ ക്യാമറയ്ക്ക് പിന്നിലുള്ള പിന്നണി പ്രവർത്തനങ്ങളോട് ഇഷ്ടമാണ്. ഞാൻ ഇതൊക്കെ നടത്തുന്നതിനോടൊപ്പം തന്നെ എനിക്കൊരു ക്യാമറ സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിരുന്നു. അങ്ങനെ പലതരത്തിൽ സിനിമയും ക്യാമറയും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ പലതരം നാനാവഴികളുണ്ടായിരിക്കുമ്പോൾ എനിക്ക് സമൂഹത്തിനോട് പറഞ്ഞു നിൽക്കാൻ പറ്റാതിരുന്നത് ഒരു സെക്സ് വർക്കറായ ഒരു ചീത്ത സ്ത്രീ എന്നല്ലാണ്ട് അതിനപ്പുറം എൻ്റെ പ്രവർത്തനങ്ങൾ ആരും കണ്ടിരുന്നില്ല. അപ്പം അങ്ങനെ കാണാതിരുന്നൊരു സമയത്ത് അത് കാണിക്കാൻ എന്തൊക്കെ വിദ്യകൾ കാണിക്കുക. നമ്മളെന്താ പറയുക, ഈ സർക്കസിലെ താരങ്ങൾ പലതരം ട്രപ്പീസുകൾ കാണിക്കുന്ന പോലെ കാണിക്കുക എന്നുള്ള രീതിയിൽ പലയിടത്തും പറഞ്ഞു നോക്കി ഒരു രക്ഷയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എഴുതാം. വായനക്കാരുണ്ടെങ്കിൽ വായനക്കാരിൽ കൂടെ ഈ സമൂഹത്തിന് ഒരു സെക്സ് വർക്കർ സമൂഹം എന്നുള്ളത് നിങ്ങളിലൊരാളായിരുന്നു, നിങ്ങളിലൊരാളായിട്ട് ജീവിക്കേണ്ടവരാണ്. സമൂഹത്തിന് വേണ്ടി ഒരുപാട് സാമൂഹിക സേവനം ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ്. ആത്യന്തികമായിട്ട് അതാണ് ആവശ്യമായിരുന്നത്. ഞങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ ഒരു കുറ്റവും ചെയ്യുന്നില്ല. കസ്റ്റമർ അന്വേഷിച്ചു വരുന്ന, കസ്റ്റമർക്ക് ആവശ്യം വരുമ്പോൾ മാത്രം യൂസ് ചെയ്യപ്പെടുന്നതാണ് സെക്സ് വർക്കർ. അവർ ഈ സമൂഹത്തിലെ വോട്ടവകാശമുള്ള, അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അവകാശമുള്ള മനുഷ്യരാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. ആദ്യത്തെ യുദ്ധം തെരുവിൽ നിൽക്കുന്ന റൗഡികളോടും ഞങ്ങൾ അനാവശ്യമായിട്ട് തല്ലി ഓടിക്കുന്ന പോലീസുകാരോടും ഞങ്ങളെ മനസ്സിലാക്കാത്ത ഗവൺമെൻറ്റിനോടും ആയിരുന്നെങ്കിൽ, പിന്നീട് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹത്തിനോട് പറയുക. കാരണം പോലീസും ഗവൺമെൻറ്റും അല്ലെങ്കിൽ എല്ലാ സംവിധാനവും ഉണ്ടാവുന്നത് ഈ സമൂഹത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ വരുന്ന പോലെ ഒരു സമൂഹത്തിൽ നിന്നുള്ള ഏത് ഉന്നതനും വരുന്നത്. അപ്പം അവർ ഉത്തരവാദിത്തപ്പെട്ട ഏരിയകളിൽ ഇരുന്നിട്ട് ഞങ്ങളാരാണ്, എന്താണ് ഈ സമൂഹം, നിങ്ങൾ എന്താണ് കാണുന്നത്, കുറഞ്ഞ പക്ഷം ഞങ്ങളെ മക്കളെങ്കിലും ഈ സമൂഹത്തിൽ നിങ്ങളെപ്പോലെ വിദ്യാർത്ഥികളായിട്ട്, ഉദ്യോഗസ്ഥരായിട്ട് പലതരം മേഖലയിലുണ്ട്. അത് ഞങ്ങളുടെ സമ്പാദ്യം കൊണ്ടാണ്. അപ്പോൾ ഒരു തൊഴിലായിട്ട് നിന്നിട്ടാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. അല്ലാണ്ട് ഞങ്ങളാരും ഉപദ്രവിക്കണം വിചാരിച്ചല്ല ചെയ്തിരുന്നത്. പലതരം ഏരിയകളിലും ഞങ്ങളുടെ മക്കളുണ്ട്. അതൊക്കെ സമൂഹത്തിനോട് ബോധ്യപ്പെടുത്താൻ വേണ്ടി ബാധ്യസ്ഥരായി മാറി. സ്വയം തെളിയിക്കുക എന്നുള്ളതായിട്ട് ഈ കുറ്റവാളികൾക്കാണ് സ്വയം കുറ്റം ചെയ്തില്ല എന്ന് തെളിയിക്കേണ്ടി വരും. പക്ഷെ ഞങ്ങൾ കുറ്റവാളികളല്ല, എന്നാലും ഞങ്ങൾക്ക് സ്വയം തെളിയിക്കേണ്ട ഒരാവശ്യം വന്നു. അങ്ങനെ വലിയ എന്താ പറയുക വ്യത്യസ്തമായ
പലതരം സമരങ്ങളുടെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നിട്ട് അതിൽ ഞാനൊരു സിനിമയുടെ പങ്കാളിയായും കേരളത്തിൽ 2020 ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. പുസ്തകം 2 ബുക്ക് ബെസ്റ്റ് സെല്ലറായിട്ട് വന്നിട്ടുണ്ട്. 3 ബുക്കാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ പല പല ഏരിയകളും പല പല യുദ്ധങ്ങളൊക്കെ കൂടി കടന്നു വന്ന ഒരാളാണ്. ആമുഖമായിട്ട് എന്നെ പരിചയപ്പെടുത്താൻ ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതുപോലെ തന്നെ ഇന്ന് വനിതാ ദിനം എന്താണ് ഏതാണെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന മനുഷ്യരുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നതെന്നറിയാം. എന്നാലും ഈ വർഷത്തെ തീം തന്നെ ഇൻസ്പയറിങ് ഇൻക്ലൂഷൻ എന്നാണ് നമ്മളെ തീം തന്നെ. അതുപോലെ ഇൻവെസ്റ്റ് ഓൺ വുമൺ ടു ആക്സിലറേറ്റ് ദ പ്രോഗ്രസ്. ഇങ്ങനെ ഒരു തീം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ആഗോള വനിതാ ദിനം ആചരിക്കുന്നത്. ഞാൻ ഒരിക്കലും അത് ആഘോഷിക്കുക എന്ന് പറയില്ല. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് അവർ ആഘോഷിക്കണമെങ്കിൽ ആഘോഷിക്കുന്നുണ്ട്, നമ്മളെ വ്യക്തിഗതമായ ഇടങ്ങളിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കകത്ത് നമ്മളെ ആഘോഷങ്ങൾ പോലും ഡിസൈൻ ചെയ്ത് വെച്ചെടുത്താണ് നമ്മളുടെ ഈ ആഘോഷങ്ങളെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളൊരു പരിമിതിയും കൂടെയുണ്ട്. പക്ഷെ അപ്പോൾ പോലും നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്ലൂഷനെ കുറിച്ച് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഇടത്തിൽ വളരെ അക്കാദമികമായ ഒരു പരിസരത്ത് 2 വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടിരുത്തി എന്നുള്ളതൊരു നിസ്സാരമായ കാര്യമല്ല. ആരാണ് ഇതിന് മുൻകൈ എടുത്തതെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാനൊരു വലിയ അഭിനന്ദനം കൊടുക്കുന്നുണ്ട്. കാരണം ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഫെമിനിസത്തിൻ്റെ 3ാം തരംഗത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു ഇൻ്റർസെക്ഷണൽ ആയിട്ടുള്ള ഫെമിനിസത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ഫെമിനിസ്റ്റുകളാണ്. അത് ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷവിരോധം അല്ല, മറിച്ച് ഏറ്റവും ഗംഭീരമായ ജനാധിപത്യ പ്രക്രിയയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഫെമിനിസ്റ്റുകളാണ്. കാരണം ഇന്നത്തെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതായത് വ്യക്തിക്ക് വേണ്ടുന്ന ഒരു സാമൂഹ്യ ജീവി, രാഷ്ട്രീയ ജീവി ആയിരിക്കെ തന്നെ വ്യക്തി എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻ്റഗ്രിറ്റീനെ എങ്ങനെയൊക്കെ മനസ്സിലാക്കണം. കുട്ടികളുടെ, സ്ത്രീകളുടെ, ഭിന്ന ലിംഗ ലൈംഗിക വ്യക്തിത്വങ്ങളുടെ, അങ്ങനെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ രാഷ്ട്രീയത്തെ, മനുഷ്യരെ, പ്രശ്നങ്ങളെ എല്ലാം കൊണ്ടുവരുന്ന ഒരു വലിയൊരു രാഷ്ട്രീയത്തിൻ്റെയും കൂടെ വക്താക്കളായിക്കൊണ്ടാണ് ഇവിടെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അത്തരം ചിന്തയുള്ള മനുഷ്യർക്ക് ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ മനുഷ്യർക്ക് കളിയാക്കാനൊക്കെ ഉപയോഗിക്കാം. എന്ത് അഭിപ്രായം പറഞ്ഞാലും സ്ത്രീകൾക്ക് സ്വന്തമായ അഭിപ്രായം ഉണ്ടായിരിക്കുക എന്ന് വന്നാൽ ഉടനെ തന്നെ ഫെമിനിച്ചി എന്ന് കേൾക്കുന്ന ഒരു കാലത്ത് അത് നമ്മൾ വലിയൊരു പൊൻതൂവലായിട്ട് തന്നെ കൊണ്ടു നടക്കണം. കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു നിസാര രാഷ്ട്രീയമല്ല, അത് അത്രയും വലിയ ഇൻക്ലൂസീവായിട്ടുള്ളൊരു രാഷ്ട്രീയ പദ്ധതി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ ആരും അതൊരു കുറഞ്ഞു കാണേണ്ടതില്ല എന്നും കൂടെ ഞാൻ പറഞ്ഞു വെച്ചിട്ട് തുടങ്ങുകയാണ്. കാരണം ഇവിടെ ഇന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റിവലും കൂടിയാണ്. അപ്പോൾ 2 പേര്, ഞാനും എഴുത്തുകാരി അല്ലെങ്കിൽ പോലും പരിമിതമായ എൻ്റെ ഒരു ജീവിത പരിസരത്ത് നിന്ന് എൻ്റെ വളരെ വ്യക്തിയാധിഷ്ഠിതമായ ഒരു ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നുള്ള രീതിയിൽ ഒരു പുസ്തകം, ഇന്ന് കത്തുന്ന കടലുകൾ എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഇറക്കിയിരുന്നു. 3 മാസം 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ മുന്നിൽ ഒരുപാട് ജീവചരിത്രങ്ങളുണ്ട്. പലരുടെയും ജീവചരിത്രങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് സാമൂഹികമായ ഉന്നമനത്തിന് അവരുടെ ജീവിതം എങ്ങനെ ഉപകരിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ തിളങ്ങി നിന്നിരുന്ന ജീവിതങ്ങളായിരിക്കാം, അതിൽ അവരുടെ സ്ട്രഗിളായിരിക്കാം. അവിടെ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു എഴുത്താണ്. കാരണം സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കെ തന്നെ ഇപ്പോൾ ഒരു തൊഴിലിടം എന്ന് പറയുന്നു, തൊഴിലെന്ന് പറയുന്നു, ഇതിന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണ്? വളരെ വിസിബിൾ ആയിരിക്കണം, ആക്സെപ്റ്റബിൾ ആയിരിക്കണം. അവിടെ നിൽക്കുന്നതും നടക്കുന്നതും സമരം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മളെ മുന്നിൽ, വളരെ കൃത്യതയുള്ളൊരു പ്രശ്നം. അവിടെ ഇരുന്നാണ്, അങ്ങനെയുള്ളൊരു ബോധമണ്ഡലത്തിൽ ഇരുന്നാണ് നളിനി ചേച്ചിയെ പോലെയുള്ള ഒരാൾ ഒരു ജീവിതകഥ പറയുന്നത്.